നൂറ വിഷമിക്കേണ്ട. നൂറയുടെയും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്. കാണാൻ ഇത്രയും പണി ഞങ്ങൾ ചെയ്യണോ? ഹായ്, സുഖല്ലേ? അപ്പോൾ കടന്നു വന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന് ദിയ, സന, രണ്ടാമത്തത് ജാസ്മിൻ മൂസ എന്ന് പറയുന്ന കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്നു ഇവരാണ് ആദില അല്ലെങ്കിൽ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടി ഇന്ന് ഫാമിലി റൗണ്ടിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ എത്തിയത് എന്നുള്ളതാണ്. ബിഗ് ബോസ് മലയാളികളെ മൊത്തം പറഞ്ഞ് പറ്റിച്ച് ഒരു റൗണ്ടിന് പേരും കൊടുത്തിട്ട് ഇന്ന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസ് ഇന്ന് പറഞ്ഞത് സകലമാന ആൾക്കാരുടെയും ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഇന്ന് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നത്. ഷാനവാസിൻ്റെ ആയാലും അവരുടെ ഉമ്മയും ഭാര്യയും എത്തി, അതുപോലെ തന്നെ അനീഷിൻ്റെ ആയാലും അമ്മയും ജ്യേഷ്ഠനും അനിയനും എത്തി, അതുപോലെ തന്നെ ബിന്നിയുടെ ആയാലും ഭർത്താവ് എത്തി. അതൊക്കെ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷനോ ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. എന്നാൽ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞ ഒരു പേരുമിട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളികളെ മൊത്തം പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രകോപിതരായിക്കൊണ്ട് നമ്മുടെ നൂറ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ഏതാനും ചില വാക്യങ്ങൾ തീർച്ചയായിട്ടും അത് അർത്ഥവത്തായ കാര്യങ്ങളാണ്. നമുക്കതുകൂടി കാണാം. മനസ്സിലായി, ബിഗ് ബോസ് ആരും വരാനില്ല, അതല്ലേ മനസ്സിലായി. ദിയ ചേച്ചിയും ജീവിയല്ലേ വരുന്നത്, അതിന് ബിൽഡപ്പ് നിങ്ങൾ കാണിക്കണ്ടായിരുന്നു. മര്യാദക്ക് ഞങ്ങളെ രണ്ടാളെയും പാരന്റ്സിനെ കൊണ്ടുപോകുന്നു. നിങ്ങൾ വല്ലാത്ത ചതിയായി പോയി ചെയ്തത്. ഇഷ്ടമായില്ല ബിഗ് ബോസ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നൂറ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. ബിഗ് ബോസ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന് നൂറയും പറയുകയാണ്. നൂറ പറഞ്ഞ കാര്യത്തോട് തികച്ചും ശരിക്കും നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത എവിടെയോ കിടക്കുന്ന ദിയ, സന, അതുപോലെ തന്നെ ദുബായിൽ ജിം ട്രെയിനറായിട്ട് ജോലി നോക്കുന്ന നമ്മുടെ ജാസ്മിൻ മൂസ, അവരിവിടെ ഒരു ജിം ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്. അവരെ പിടിച്ചു വരുത്തി ബിഗ് ബോസിലേക്ക് വിളിച്ച് കൊണ്ടുവരികയും ചെയ്തിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്, ഇതിൻ്റെ പേര് ഫ്രണ്ട് റൗണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ നൂറ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയാണ് എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസിൻ്റെ റൗണ്ടിൻ്റെ പേര് ഫാമിലി റൗണ്ട് എന്നാണ്. ആ ഫാമിലി ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ആൾക്കാരില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ള കൂട്ടത്തിൽ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഉമ്മയും വാപ്പയും അവർ അത്രയും മാനം കെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും അവർ വരികയില്ലായിരിക്കാം. പക്ഷേ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും അകന്ന ബന്ധുക്കളെയൊക്കെ സമീപിച്ചുകൊണ്ട് ബിഗ് ബോസിന് വേണ്ടി വന്നാൽ ചിലപ്പോൾ അവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചേനെ എന്നുള്ളതാണ്. അതിൽ പ്രകോപിതയായിട്ടാണ് നൂറ പറയുന്നത്. അപാര ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് വന്ന ആൾക്കാരെ കണ്ട ദിയാസന എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു അപാര കോമഡി ആയിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരുടെയും ഫാമിലികൾ വന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ സ്നേഹം കൊണ്ട് മൂടുന്ന സമയത്ത് ഈ മത്സരാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇത് അനുഭവിക്കാൻ തന്നെയാണ് യോഗം. അത്രയ്ക്ക് സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച രണ്ടാൾക്കാരാണ് ഇവർ. രണ്ടാൾക്കാരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ആക്ട് ഇല്ലാത്തത് കൊണ്ട് ഡൽഹിയിൽ കേസിന് പോയിരിക്കുകയാണ്. അവിടുന്ന് അതിൻ്റെ പകർപ്പ് വാങ്ങി വന്നിട്ട് വേണം ഇവർക്ക് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ എന്നുള്ളൊരു കോമഡി കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇത്തരം വീഡിയോക്ക് താഴെ ഫാമിലിയൊക്കെ വന്ന് പോകുന്നതിനെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഇവരെ ഫാൻസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്ര ഉമ്മമാരുണ്ട് ഈ കേരളത്തിൽ. എല്ലാ ഉമ്മമാരും സ്വന്തം മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരോട് ക്ഷമിക്കാറാണ് പതിവ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഏകദേശം 2-3 വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടികൾ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കാണാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ മനസ്സുരുക്കി ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. എന്നിട്ട് സ്വന്തം ഉമ്മയും ഉപ്പയും ഒരു നോക്ക് കാണാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വരെ പോയില്ല. പിന്നെ എന്ത് ഉമ്മയും ഉപ്പയാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ ഒന്ന് സബ് ചെയ്ത് ഒരു ഹൈപ്പൊക്കെ കൊടുത്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവർ ഇതിനെ മുന്നേ കൊടുത്ത ഇൻ്റർവ്യൂവിൽ 2-3 വാക്കുകൾ അല്ലെങ്കിൽ 2-3 വർത്തമാനങ്ങൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഫാമിലിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ വളരെ ഞങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദബും അതുപോലെ തന്നെ റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്ന 2 മക്കളാണ് ഇവർ. അവർ പറഞ്ഞ ഏതാനും ചില വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക്. നമ്മള് ഇഷ്യൂനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒക്കെ. ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
പാരൻസിന് ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. നൂറ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ടോക്സിക് ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ഫാമിലിയുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാനൊന്നും കഴിയാത്ത ആൾക്കാരാണ്. ഇവർ പറഞ്ഞു കേട്ടില്ല എത്രമാത്രമാണ് ഇവർ റെസ്പെക്റ്റ് കൊടുക്കുന്നത് സ്വന്തം ഫാമിലിക്ക് എന്ന്. ഇത് വാക്ക് തന്നെ മാത്രം മതി. ഇത് മാത്രം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉമ്മയും ഉപ്പയും എത്രമാത്രം സ്നേഹിച്ചും അതുപോലെ തന്നെ എത്രമാത്രം സഹകരിച്ചുമാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. എത്രമാത്രം പ്രാധാന്യം അവരുടെ ഉമ്മയുപ്പയ്ക്കും അവർ ലൈഫിൽ അവർ കൊടുത്തിരുന്നു. അവരെ പോറ്റി വലുതാക്കി ഏകദേശം ഇത്രയും ഈ സദസ്സിലൊക്കെ ഇരിക്കാൻ പ്രായത്തിന് ആക്കിയിട്ട് അതും വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച മക്കളാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കേസുകളാണ് അതൊക്കെ. അത്രയ്ക്കും സ്വാതന്ത്ര്യവും അത്രയ്ക്കും ഫ്രീഡവും അത്രയ്ക്കും പൈസയും അത്രയ്ക്കും ഫോണും എല്ലാം വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ കുട്ടികൾക്ക് ഓവർ ഫ്രീഡം നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ കൊടുക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ MG ശ്രീകുമാറുമായി നടത്തിയ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഫാമിലിയെക്കുറിച്ചും നമ്മൾ കുട്ടികൾ ഉണ്ടാവുന്നതിനെക്കുറിച്ചൊക്കെ പേരൻസ് ഇവരെ ബോധവൽക്കരിക്കാനും വേണ്ടി കാര്യങ്ങൾ ഇവർ അവതരിപ്പിച്ച സമയത്ത് ആദില പറയുന്ന ഒരു മറുപടി തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്ക് കേൾക്കാം. ഇങ്ങനെ പോകുന്ന ശരിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു കാണുമല്ലോ സ്വാഭാവികം അല്ലേ? ഒന്നാമത്തെ കാര്യം അങ്ങനെ പറഞ്ഞപ്പം ഞാനും ഇവളും പറഞ്ഞ കാര്യം ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങളാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇവർക്ക് കുട്ടികളുടെ കാര്യത്തിലല്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് ഈ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് പറയാണ്. ഇപ്പൊ കുട്ടികളുടെ കാര്യം ഇതിപ്പോ മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്ര ഓർഫനേജസ് വരില്ലായിരുന്നു. കുട്ടികളെ കുറെ പേര് പ്രസവിച്ചിട്ട് നോക്കാനില്ലാണ്ട് പല കാരണങ്ങളായിരിക്കും. ഒരുപാട്. അപ്പോ കുട്ടികളുടെ കാര്യം പറയുന്നത് അതത്ര റെലവെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ഒന്നാണ്. അതാണ് ഞാൻ ലാസ്റ്റിൽ ഒരു കൺക്ലൂഷനിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അച്ഛനമ്മമാര് പറഞ്ഞാലും ശരി, നാട്ടുകാർ പറഞ്ഞാലും ശരി, ആരൊക്കെ നിങ്ങൾ കേട്ടില്ലേ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അതത്ര റെലവെൻ്റ് ആയിട്ടൊന്നും ഈ കുട്ടികൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ ലൈഫ്, അതാണ് അവരുടെ സമയം. ഈ സമയമൊക്കെ കടന്നു പോകും എന്നുള്ളതാണ്. ജീവിതത്തിലൊന്നും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമേ അല്ല. നിങ്ങളുടെ ലൈഫും കടന്നു പോകും, നിങ്ങൾക്കും പ്രായമാവും, നിങ്ങൾക്കും വാർദ്ധക്യം വരും. ആ സമയത്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്ത വരികയുള്ളൂ. കാരണം ഇത് യുവത്വമാണ്, നിങ്ങളുടെ യുവത്വത്തിൻ്റെ ടൈമാണ്. ഈ തരിപ്പുള്ള ഈ സമയത്തൊന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാരണവശാലും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രീകുമാർ എന്നല്ല ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും നിങ്ങളുടെ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവർ മോശപ്പെട്ടവരായി കാണപ്പെടുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തെ എതിർക്കുക എന്നുള്ള ഒരു തെറ്റ് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം എത്രമാത്രം നിങ്ങൾക്ക് അവരെ മോശപ്പെട്ടവരാക്കാൻ വേണ്ടി സാധിക്കുമോ സമൂഹത്തിൻ്റെ മുന്നിൽ അത്രമാത്രം നിങ്ങൾ അവരെ മോശക്കാരാക്കുകയും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉമ്മയെക്കുറിച്ച് ഒരു ഉപ്പയെക്കുറിച്ചൊക്കെ പറയുന്ന കുട്ടികൾ എങ്ങനെയാണ് ആ ഉമ്മയും ഉപ്പയും ഇവരോട് തിരിച്ച് പ്രതികരിക്കേണ്ടത് എന്ന് കൂടി നിങ്ങൾ പറഞ്ഞു തരണം. അത്ര കമൻ്റ് അയക്കുന്നവരോട് മാത്രമാണ് ഞാനിത് ചോദിക്കുന്നത്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നോ അല്ലെങ്കിൽ ഇവരെ ബിഗ് ബോസിനകത്ത് വോട്ട് ചെയ്യേണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാർത്ഥം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം സ്നേഹം കൊടുത്തുകൊണ്ട് അത്രമാത്രം സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികളെ പോലെയല്ല, അത്രയും വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് അവർക്കൊരു ജോലിയും ഒക്കെ കരസ്ഥമാക്കിയതിന് ശേഷം ഇവരുടെ ലൈഫ് കാണണമെന്ന ആഗ്രഹത്തോട് നടക്കുന്ന മാതാപിതാക്കളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വിദേശത്ത് പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്ക് പണം ഉണ്ടാക്കിയിട്ടും മറ്റും അവിടെയും ഇവിടെയൊക്കെ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ് ഇവരുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ എഴുതി അയക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടിക്കാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദില ആൻഡ് നൂറ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥികൾ ഇതിൻ്റെ മുന്നേ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞ ഏതാനും ചില വാക്കുകളും അതുപോലെ തന്നെ ചില ഇൻ്റർവ്യൂകളിലെ ഭാഗങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതോടുകൂടി തീർച്ചയായിട്ടും എന്താണ് അവർ അർഹിക്കുന്നത്, എന്താണ് അവർക്ക് കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവർക്ക് ഈ ഷോയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കണം, അതിനുവേണ്ടി സ്വന്തം ഫാമിലിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് എന്നല്ലാതെ യാഥാർത്ഥ്യമായി അവർക്ക് സ്വന്തം മാതാപിതാക്കളോട് സ്നേഹമോ അല്ലെങ്കിൽ ഒരു ബഹുമാനമോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കാട്ടിക്കൂട്ടുന്നത് എല്ലാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വിജയിക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ്. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആദില എന്ന് പറയുന്ന കുട്ടി ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പുറത്തു പോവുക തന്നെ ചെയ്യും.
തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വരും ഏതാനും എപ്പിസോഡുകൾ കൂടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അതും ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. എങ്കിൽ മാത്രമേ ആ പരിപാടിക്ക് കുറച്ചുകൂടി റേറ്റിംഗ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത്തരം കാര്യങ്ങളുമായിട്ട് ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ബിഗ് ബോസ് അത്തരം പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുകയും ചെയ്യും. അതവരുടെ ബിസിനസ്സാണ്. അതിന് വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരെ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരം ലെസ്ബിയൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫാമിലി ഷോ പോലെ കാണുന്ന ബിഗ് ബോസിലേക്ക് അവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ അതാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടി നമുക്ക് ലാലേട്ടനോടുള്ള ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു പോവുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഇത്തരം കുട്ടികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സമൂഹത്തിന് മുമ്പിലേക്ക് എന്ത് മെസ്സേജാണ് നമ്മുടെ ലാലേട്ടൻ തരുന്നത് എന്ന് ഒരുപാട് ചിന്തിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാരെ ഇനിയെങ്കിലും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. തീർച്ചയായും അതിനോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.